അധ്യാപനം പലപ്പോഴും ഒരു ജോലി എന്നാണ് ആളുകൾ കരുതുന്നത്. ശമ്പളം ലഭിക്കുന്നൊരു ജോലി, ദിവസേന ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. പക്ഷേ സത്യത്തിൽ അധ്യാപനം അതിലുപരി ഒന്നാണ്. അതൊരു ജോലി മാത്രമല്ല, അതൊരു ദൗത്യമാണ്. മനസ്സുകൾ രൂപപ്പെടുത്താനുള്ള ദൗത്യം, സ്വഭാവം നിർമ്മിക്കാനുള്ള ദൗത്യം, ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനുള്ള ദൗത്യം. ഒരു അധ്യാപകൻ ഓരോ ദിവസവും ക്ലാസ് റൂമിലേക്ക് കടക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ പുസ്തകങ്ങൾ മാത്രമല്ല കൊണ്ടുപോകുന്നത്. അവൻ കൊണ്ടുപോകുന്നത് പ്രതീക്ഷയാണ്. ഇന്നെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകുമെന്ന പ്രതീക്ഷ, ഇന്നെങ്കിലും ഒരു ജീവിതം മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഡോക്ടർമാർ ജീവൻ രക്ഷിക്കുന്നു, എഞ്ചിനീയർമാർ നിർമ്മാണങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സൃഷ്ടിക്കുന്നതാരാണ്? ഒരധ്യാപകൻ. ഓരോ വിജയിയായ വ്യക്തിയുടെ പിന്നിലും ഒരു അധ്യാപകൻ ഉണ്ടാകും. അധ്യാപനം സിലബസ് പൂർത്തിയാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് ജീവിതങ്ങളെ സ്പർശിക്കുന്നതിലാണ്. ഒരു വിദ്യാർത്ഥി നിങ്ങൾ പഠിപ്പിച്ച പാഠം മറന്നേക്കാം, പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്ന് അവർ ഒരിക്കലും മറക്കില്ല. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ പ്രോത്സാഹനം, ഒരു അഭിനന്ദനം, ഇവ ഒരു ജീവിതം മാറ്റാൻ കഴിയും. ഒരു അധ്യാപകൻ വിഷയങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവൻ ആത്മവിശ്വാസം പഠിപ്പിക്കുന്നു, ക്രമശീലവും മൂല്യങ്ങളും പഠിപ്പിക്കുന്നു. അതിലും പ്രധാനമായി ഒരു വിദ്യാർത്ഥി സ്വന്തം കഴിവിൽ വിശ്വാസം പുലർത്താൻ പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് സത്യസന്ധമായി പറയാം, അധ്യാപനം എളുപ്പമല്ല. പല പ്രശ്നങ്ങൾ അധ്യാപകർ നേരിടുന്നു, പക്ഷേ ആരും അത് കാണുന്നില്ല. വ്യത്യസ്ത സ്വഭാവമുള്ള വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുക, മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക, സമയം പാലിച്ച് പഠനം പൂർത്തിയാക്കുക. എന്നിട്ടും ഒരു അധ്യാപകൻ പുഞ്ചിരിയോടെ തുടരുന്നു. കാരണം ഇതൊരു ജോലി മാത്രമല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ചില ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ പരിശ്രമം ആരും അംഗീകരിക്കില്ല. എന്നാൽ ഓർക്കുക, ഒരു വിദ്യാർത്ഥിയെങ്കിലും നിങ്ങൾ കാരണം പ്രചോദനം നേടുകയാണെങ്കിൽ, ഒരു ജീവിതമെങ്കിലും നിങ്ങൾ മാറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ ദൗത്യം വിജയകരമാണ്. ഒരു അധ്യാപകൻ്റെ സ്വാധീനം ഉടനെ കാണാനാവില്ല, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി തിരിച്ചു വന്ന് പറയും, ടീച്ചർ, നിങ്ങൾ പഠിപ്പിച്ചതാണ് എൻ്റെ ജീവിതം മാറ്റിയത്. ആ ഒരു വാക്ക്, അത് ഏതൊരു ശമ്പളത്തെക്കാളും വിലപ്പെട്ടതാണ്. അധ്യാപനം ക്ഷമയുടെ പാഠമാണ്. ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തരാണ്. ചിലർ വേഗത്തിൽ പഠിക്കും, ചിലർക്ക് അധികം സമയം വേണം. പക്ഷേ ഒരു സത്യസന്ധനായ അധ്യാപകൻ ഒരിക്കലും കൈവിടില്ല, സത്യസന്ധതയും കൈവിടില്ല. കാരണം അവൻ അറിയുന്നു, ഓരോ വിദ്യാർത്ഥിക്കും കഴിവുണ്ട്. അതിനെ ഉണർത്താൻ ശരിയായ മാർഗനിർദ്ദേശം മാത്രം മതിയാകും. ഒരധ്യാപകൻ ഒരു മെഴുകുതിരി പോലെയാണ്, സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു. ഇതൊരു ത്യാഗമല്ല, മറിച്ച് ഇതൊരു സമർപ്പണമാണ്, ഇതൊരു ദൗത്യമാണ്. ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് അധ്യാപകരുടെ പങ്ക് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ മാത്രമല്ല വേണ്ടത്, മാർഗനിർദ്ദേശമാണ് വേണ്ടത്. അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ ഒരാൾ വേണം. ആ ഒരാൾ അധ്യാപകൻ തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് അധ്യാപകരോടും, ഒരു കാര്യം മാത്രം ഓർപ്പിക്കാം. നിങ്ങൾ ഒരു ജോലിയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ഭാവി നിർമ്മിക്കുകയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് സ്വാധീനമുണ്ട്. ഇന്ന് ആരും നിങ്ങളെ പ്രശംസിക്കാത്തതായിരിക്കാം, പക്ഷേ നാളെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ അത് ചെയ്യും. നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും പാഴാകില്ല. അധ്യാപനം പരിപൂർണതയെക്കുറിച്ചല്ല, ബന്ധത്തെക്കുറിച്ചാണ്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുമ്പോൾ പഠനം അർത്ഥവത്താകും. പഠനം അർത്ഥവത്താകുമ്പോൾ ജീവിതങ്ങൾ മാറും. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുക, ക്ഷമയോടെ പഠിപ്പിക്കുക, ലക്ഷ്യബോധത്തോടെ പഠിപ്പിക്കുക. കാരണം അധ്യാപനം ഒരു ജോലി മാത്രമല്ല, അതൊരു ദൗത്യമാണ്. പ്രചോദിപ്പിക്കാനുള്ള ദൗത്യം,
നയിക്കാനുള്ള ദൗത്യം, ജീവിതങ്ങൾ മാറ്റാനുള്ള ദൗത്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായ ദൗത്യങ്ങളിലൊന്നാണ് അത്. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ളവരുമായി പങ്കിടും. കാരണം ഈ ലോകത്തിന് കൂടുതൽ അധ്യാപകർ വേണം, മനസ്സോടെ പഠിപ്പിക്കുന്ന അധ്യാപകർ.